നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുചേല ദിനം 2024 ഡിസംബർ 18 ബുധനാഴ്ചയാണ് കുചേല ദിനം. കുചേല ദിനം ഇങ്ങനെ ആചരിച്ചാൽ കുബേരനാവാമെന്നാണ് വിശ്വാസം. കുചേല ദിനത്തിൽ ക്ഷേത്ര ദർശനം, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി വഴിപാടായി അവിൽ പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങും, സമ്പത്തും ഐശ്വര്യവും ഉണ്ടാവുകയും ചെയ്യും. ഏകാദശി, ചിങ്ങത്തിലെ അഷ്ടമി, രോഹിണി, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, 30 വ്യാഴാഴ്ചകൾ എന്നീ ദിവസങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും വിശേഷമായിട്ടുള്ള ദിവസങ്ങളാണ്. ഈ ദിവസത്തിൽ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇതിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നു. ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തൻ്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് അവിൽ പൊതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണ് ഈ ദിവസം. അതുകൊണ്ട് തന്നെ ആ ദിവസം ഭഗവാനെ അവിൽ പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ ഇല്ലാതാവുകയും സമ്പത്ത് കൈവരുകയും ചെയ്യും. യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവിൽ കീഴ് സമർപ്പിക്കുന്നതിലൂടെ കുചേലന് നൽകിയതുപോലെ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും നൽകുമെന്നാണ് വിശ്വാസം. കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷ വഴിപാട് കൂടിയാണ് അവിൽ നിവേദ്യം. അവിൽ, നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുക. കുചേല ദിനത്തിൽ പന്തിരടി പൂജ, ഉച്ചപൂജ, അത്താഴ പൂജ എന്നിവയ്ക്ക് അവിൽ നിവേദിക്കും എന്ന പ്രത്യേകത കൂടി ആ ദിവസമുണ്ട്. ഗുരുകുലവാസകാലത്ത് ശ്രീകൃഷ്ണനും സുധാമാവും സഹപാഠികളായിരുന്നു. പിൽക്കാലത്ത് ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ ദ്വാരകാധിപതി ശ്രീകൃഷ്ണന്റെ അടുത്ത് ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണ് കുചേല ദിവസമായിട്ട് ആചരിക്കുന്നത്. വീട്ടിൽ ആകെയുണ്ടായിരുന്ന അവിൽ ചേർത്ത പൊതിയുണ്ടാക്കി കുചേലൻ കൃഷ്ണനെ കാണാൻ എത്തിയപ്പോൾ കുബേരനായി മാറി എന്നാണ് ഐതിഹ്യം. ഇന്നേ ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടായി അവിൽപ്പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിപൂർവ്വം വേണം അവിൽ കീഴ് നമ്മൾ അവിടെ സമർപ്പിക്കാനായിട്ട്. കുചേലന് നൽകിയതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. മഹാവിഷ്ണുവിനെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം എല്ലാ വഴിപാടുകളും ചെയ്യാൻ. കുചേല ദിനത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ, കുചേലൻ്റെ വീട് ഇല്ലായ്മയുടെ ഒരു കൂടാരമായി മാറിയിരിക്കുകയായിരുന്നു. പരമഭക്തനായ കുചേലൻ പൂജാകർമ്മങ്ങളും മറ്റും അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. കുടുംബകാര്യങ്ങളിൽ ഉത്തരവാദിത്തം ഒട്ടുമില്ലായിരുന്നു. പല നാളായി പത്നി പറയുന്ന നിർദ്ദേശം ഒന്നും അനുസരിക്കാതെ വന്ന ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണനെ കാണാനായി കുചേലൻ പോവുകയായിരുന്നു. എന്നാൽ വെറും കൈയോടെ എങ്ങനെയാണ് അദ്ദേഹം കാണാനായി പോവുക എന്ന ചോദ്യത്തിന് എങ്ങനെ പോകുമെന്ന് ഓർത്ത് പത്നി വീടിൻ്റെ ഉള്ളിൽ തെരഞ്ഞപ്പോൾ കുറച്ച് കല്ലും ഇതൊക്കെ നിറഞ്ഞ കുറച്ച് അവിലാണ് കിട്ടിയത്. അവിലൊരു തുണിയിൽ പൊതിഞ്ഞ് കുചേലനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ദ്വാരക രാജധാനിയിലെത്തി അവിടെ കൊട്ടാരം മട്ടുപ്പാവിൽ നിന്ന് തന്നെ സുഹൃത്തിനെ കണ്ട ഭഗവാൻ ഓടിച്ചെന്ന് വാരി പുണർന്നു സ്നേഹത്തോടെ വരവേറ്റു. കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു പട്ടുമെത്തയിലിരുത്തി കാല് കഴിയിച്ചു സുഗന്ധദ്രവ്യങ്ങളും അണിയിച്ച് സൽക്കരിക്കാനുണ്ടായത്. രുക്മിണി ദേവി ചാമരം വീശി പലവിധ സ്നേഹപ്രകടനങ്ങളും കഴിഞ്ഞ് അവർ ഇരുവരും കുശലങ്ങളും ചോദിച്ചു. ഒരിക്കൽ ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം വിറക് തേടി കൊടും കാട്ടിലെത്തിയതും കടുത്ത കാറ്റും മഴയും മൂലം ദിക്കറിയാതെ പോയതെല്ലാം പഠിക്കുന്ന സമയത്തുണ്ടായ ഗുരുകുലത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം അവർ പങ്കുവച്ചു. അങ്ങനെ ബാല്യകാല സ്മരണകൾ പറഞ്ഞ് കൃഷ്ണനും കുചേലനും ഒപ്പം കുറേ സമയം സന്തോഷമായിട്ട് അവർ ചെലവിട്ടു കേട്ടോ. ഭഗവാന്റെ വാക്കുകൾ കുചേലൻ കേട്ടിരുന്നു. സുധാമാവിനോടൊപ്പം പല കഥകളും പറഞ്ഞിരുന്നു ഭഗവാൻ. സുധാമാവ് എനിക്ക് എന്താണ് കൊണ്ടുവന്നത്, എന്തായാലും തരൂ എന്ന് പറഞ്ഞ് ആ അവിൽപ്പൊതി ബലമായി പിടിച്ചു വാങ്ങി ആവേശത്തോടെ ഒരു പിടി വാരി വായലിട്ടു. കണ്ണൻ രണ്ടാമതും ഒരു പിടി വാരി എടുക്കവേ ലക്ഷ്മി ദേവിയായ രുക്മിണി കയ്യിൽ കയറി പിടിക്കാനുണ്ടായത്. കാരണം ആദ്യത്തെ ഒരു പിടി അവിലിൽ തന്നെ സുധാമാവിൻ്റെ സകല ആഗ്രഹങ്ങളും നിറവേറ്റാൻ ബാധ്യസ്ഥനായി മാറിയ ഭഗവാൻ ഒരു പിടി കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ദേവി തടസ്സം നിന്നതാണ്.
അന്നു രാത്രി രാജകീയ സുഖസൗകര്യങ്ങളോടെ അവിടെ കഴിഞ്ഞ സുധാമാവ് പിറ്റേന്ന് ഇല്ലത്തേക്ക് മടങ്ങുകയാണ് ചെയ്തത്. കൃഷ്ണന്റെ സൽക്കാരങ്ങൾ സ്വീകരിച്ച് ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന ദുഃഖത്തോടെയാണ് കുചാലൻ വീട്ടിലേക്ക് പോയത്. എന്നാൽ വീണ്ടും മറ്റൊരു കൊട്ടാരത്തിന് മുന്നിൽ എത്തിച്ചേർന്നു. കുചാലൻ അത്ഭുതമായി നിൽക്കുമ്പോൾ കുചാലന്റെ ഭാര്യ ഓടി വന്നു അദ്ദേഹത്തെ സ്വീകരിച്ചു. ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ ഇന്ന് നാം സമ്പന്നരായി മാറി എന്ന് സന്തോഷത്തോടെ അവർ അറിയിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അവിൽ നിവേദ്യം നടത്തിയാൽ കുചേലനെ അനുഗ്രഹിച്ച പോലെ എല്ലാ ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാവും. മത്സ്യം കൂർമ്മം വരാഹം ച വാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ടരീകാക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം വനമാലി ഹലായുധം ഗോവർദ്ധനം ഹൃഷികേശം വൈകുണ്ഠം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരി ദാമോദരം ശ്രീധരം ച വേദാംഗം ഗരുഡധ്വജം അനന്തം കൃഷ്ണഗോപാലം ജപദോ നാസ്തി പാതകം. ഇതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ 28 നാമങ്ങളാണ്. ജപദോ നാസ്തി പാതകം, ഒരു ആപത്തും വരുത്താതെ നല്ലത് മാത്രം സംഭവിക്കും എല്ലാവരുടെ ജീവിതത്തിലും. ഭഗവാൻ അർജുന ഉപദേശിച്ച ഒരു നാമം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് കുചാല ദിനത്തിലും ചൊല്ലാൻ ശ്രമിക്കുക. ഈ 28 ഭഗവാന്റെ നാമങ്ങൾ എന്നും ജപിക്കാൻ ശ്രമിക്കണം. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം കൃഷ്ണായ പരമാത്മനേ നമ. കൃഷ്ണ ഗുരുവരപ്പ എല്ലാവരെയും രക്ഷിക്കണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. എല്ലാവരും ഈ ദിനത്തിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാൻ ശ്രമിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.